പ്രിയമുള്ളവരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലം. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 സെപ്റ്റംബർ 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള, അതായത് 1201 ചിങ്ങമാസം 18-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള, ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ സെപ്റ്റംബർ 3 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട്. സെപ്റ്റംബർ 4-ാം തീയതി ഉത്രാടം നക്ഷത്രമാണ്. തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടപ്പാച്ചൽ. അത് കഴിഞ്ഞ് 5-ാം തീയതി തിരുവോണമാണ്. അതും കഴിഞ്ഞ് 7-ാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ്, ചതയൻ നക്ഷത്രമാണ്. അന്ന് തന്നെ സെപ്റ്റംബർ 7-ാം തീയതിയും 8-ാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച്, നൊസ്റ്റാൾജിയാണ് ഓണം, ഒരു വികാരമാണ് മലയാളിക്ക്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം ഒരു നൊസ്റ്റാൾജിയ മലയാളിക്ക് തിരുവോണമായാലും, അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട്. അതവർ പ്രകടിപ്പിക്കുന്നു. എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെയായാലും, ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും, എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട്. കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ്. പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ. ഇന്ന് മലയാളി മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു. വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു. അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു. എന്തിന് വിദേശികളുടെ വാലന്റൈൻ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഏതായാലും വാരഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുന രാശിക്കാർക്ക് രാശിയിൽ വ്യാഴമാണ്, 2-ാം ഭാവത്തിൽ ശുക്രൻ, 3-ൽ സൂര്യൻ ബുധൻ കേതു, 4-ാം ഭാവത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി. സ്വതവേ ജന്മവ്യാഴവും കണ്ടകശനിയും ഉള്ളവരാണ് മിഥുന രാശിക്കാർ. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും കർമ്മമേഖലയിലും ഗാർഹികമായ അന്തരീക്ഷത്തിലും അന്യരുമായി ബന്ധപ്പെടുന്ന സൗഹൃദ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിഫലിക്കും. കാരണം കണ്ടകശനിയാണ്. പക്ഷേ ശനി ഇപ്പോൾ വക്രിയായി നിൽക്കുന്നത് കുറച്ചുകൂടി കർമ്മമേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ പ്രയാസങ്ങളെ ഒഴിവാക്കാം. ഇവിടെ 2-ാം ഭാവത്തിൽ ശുക്രനുണ്ട്, 7-ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്. പൂരാടം നക്ഷത്രത്തിലാണ് നാം ഈ ജാതകം ഗണിച്ച് ഫലം പറയുന്നത്, രാശിഫലം പറയുന്നത്. 7 ചന്ദ്രൻ പലപ്പോഴും വിവാഹ കാര്യങ്ങൾ, സ്ത്രീ പുരുഷ ഭേദമന്യേ യുവതീ യുവാക്കൾ പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ ഈ വാരം വളരെ അനുകൂലമാണ്. ദദദ്ദാരശം സപ്തമേ ശീതരശ്മി. 7 ചന്ദ്രൻ വരുമ്പോൾ മിഥുന രാശിക്കാർക്ക് ഭാര്യാസുഖം ലഭിക്കും. അപ്രകാരം തന്നെ വിവാഹ തീരുമാനങ്ങൾക്കുള്ള അവസരങ്ങളും ലഭിക്കും. അതിനാൽ ഈ ചിങ്ങമാസം തന്നെ പെണ്ണുകാണൽ ചടങ്ങുകളും അതുപോലെ വിവാഹ നിശ്ചയങ്ങളുമൊക്കെ തുലാം മാസത്തിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ അനുകൂലമാണ്. ഈ വരുന്ന ഏതാനും 14ഓളം ദിവസങ്ങൾ അതിനായി യത്നിക്കുക. വിദേശത്തുള്ളവർക്ക് ഈ ഓണ സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക്, കേരളത്തിന് വെളിയിലുള്ള മിഥുനൻ രാശിക്കാർക്ക് ഭാര്യാസുഖം നന്നായി അനുഭവിക്കാം. 7 ചന്ദ്രനാണ്. ദദദ്ദാരശം സപ്തമേ ശീതരശ്മിഹി. അതിനാൽ ഭാര്യാസുഖം ലഭിക്കും. ധനിത്വം ഭവേത് അധ്വവാണിജ്യതോപി. മിഥുനൻ രാശിക്കാർക്ക് റോഡരികിൽ വ്യാപാരം ചെയ്ത് കാശുണ്ടാകുമെന്നാണ്. അതിനാൽ മിഥുനൻ രാശിക്കാരായ പലർക്കും തട്ടുകടകളും അപ്രകാരം ഈ തിരക്കിൽ വസ്ത്രവ്യാപാരങ്ങളും മറ്റെല്ലാ സാധന സാമഗ്രികളും സൗന്ദര്യഭോഗ വസ്തുക്കൾ സ്പ്രേ മുതലായവയൊക്കെ വിറ്റ് കാശുണ്ടാക്കാൻ ഈ വാരം വളരെ അനുകൂലമാണ്. ഓണക്കാലം വ്യാപാരം പൊടിക്കാം മിഥുനം രാശിക്കാർക്കെന്ന് ചുരുക്കം. അപ്രകാരം വഴിയിലൂടെ കാശ് വരും. രതി സ്ത്രീജനെ മൃഷ്ടഭുക് ലുബ്ധചേത. സ്ത്രീജനങ്ങളോട് രതി വരിക, രതി വരിക, ഭാര്യാസുഖം ലഭിക്കുക, അന്യ സ്ത്രീകളുമായ സൗഹൃദങ്ങൾ ഉണ്ടാവുക. 2-ൽ ശുക്രനുള്ളതുകൊണ്ട് നല്ല വാക്കുകൾ സംസാരിച്ച ആളെ മയപ്പെടുത്തി തൻ്റെ അധീനതയിൽ കഷ്ടതയിലാക്കി
അതൊരു ശാരീരികമായ മാനസികമായ ഐക്യത്തിന് അത് ഉപയോഗിക്കാം. മെറ്റീരിയൽ ബെനിഫിറ്റ് ലഭിക്കാം. നല്ല വാക്ക് സംസാരിച്ചിട്ടെന്ന് പറയും. നാളെ പ്രലോഭിപ്പിച്ച് തങ്ങളെ ഉപയോഗിച്ചെന്ന കംപ്ലൈൻറ്റ് വരാതെ മിഥുനരാശിക്കാർ നോക്കണം. നല്ല സൗഹൃദങ്ങളുണ്ടാകും. പലർക്കും ഈ ഓണക്കാലത്ത് പല സ്ഥലങ്ങളിൽ നിന്നും സാധനം വാങ്ങി വിറ്റ് കാശുണ്ടാക്കാം. വലിയ വ്യാപാരികളുടെ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നാണ്. അതിനാൽ കൺസ്ട്രക്റ്റീവായി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വാരം നല്ല വാക്ക്, നല്ല കാശ്, അതിലൂടെയൊക്കെ ധനസമ്പാദനം ചെയ്യാം. ശത്രുക്കളെ നശിപ്പിക്കുന്ന വാരമാണ്. ശത്രുക്കൾ തങ്ങളെ വളരെയധികം ഉപദ്രവിച്ചു എന്ന് വരില്ല. നന്നായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഭൂമി ലാഭമാകാം. ബ്രോക്കർമാർക്ക് നല്ല കാശുണ്ടാക്കാം. കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ അതുമായി അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്, ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ഫ്രം ദർ സൈഡ്. ഏതായാലും എല്ലാ മിഥുന രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ആഴ്ചയും ഓണ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.